Hello dear students, welcome back. Indian Maritime University അഥവാ IMU. കുസാറ്റിന്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുസാറ്റിന്റെ അണ്ടറിലുള്ള കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് അവിടെ നിന്ന് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ കുസാറ്റിന്റെ എക്സാം അല്ല എഴുതേണ്ടത്, IMU നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് ആണ് എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. എന്താണ് IMU? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ കീഴിൽ വരുന്ന IMU ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിക്ക് ഓൾമോസ്റ്റ് ക്യാമ്പസുകൾ ഒരുപാടുണ്ട്. ചെന്നൈയിലാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് മെയിൻ ക്യാമ്പസ്. ചെന്നൈ, കൊച്ചി, കൊൽക്കത്ത, മുംബൈ പോർട്ട്, നവി മുംബൈ, വിശാഖപട്ടണം. അപ്പോൾ കോസ്റ്റൽ റീജിയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഷിപ്പ് അല്ലെങ്കിൽ സീ പോർട്ടൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഈ ക്യാമ്പസുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിൽ മുംബൈ തന്നെ 2 ഉണ്ട്. ഈ ക്യാമ്പസിലൊക്കെയാണ് ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റികളിൽ മറൈനുമായി ബന്ധപ്പെടുത്തിയുള്ള ഓഷ്യൻ എഞ്ചിനീയറിംഗ്, ഷിപ്പ് ബിൽഡിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ് പോലെയുള്ള കടലുമായി ബന്ധപ്പെടുത്തി വരുന്ന എല്ലാ കോഴ്സുകളും ഓഫർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് IMU എന്ന് പറയുന്നത്. അവിടെയുള്ള കോഴ്സുകളും അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ എൻട്രൻസ് ടെസ്റ്റും നമുക്ക് പറയാം. IMUന്റെ ഈ ക്യാമ്പസുകൾ കൂടാതെ അഫിലിയേറ്റഡ് ആയിട്ടുള്ള മറ്റ് കോളേജുകളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുസാറ്റിന്റെ അണ്ടറിൽ വരുന്ന മറൈൻ എഞ്ചിനീയറിംഗ് കോളേജ് അഥവാ കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് IMU ആയി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടേക്കുള്ള അഡ്മിഷനും IMU നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. അവിടെയുള്ള എൻട്രൻസ് എക്സാം IMU കോമൺ എൻട്രൻസ് ടെസ്റ്റ്, IMU CET എന്നാണ് പറയാ. 200 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ വരുന്ന സിലബസ് ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ സബ്ജക്റ്റ് ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 12th ഗ്രേഡിന്റെ NCERT സിലബസ് ആണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും സിലബസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ചില പ്രത്യേക കോഴ്സുകൾക്ക് CUET പരിഗണിക്കും. അപ്പോൾ നിങ്ങൾ CUET എഴുതുന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ മനസ്സിൽ വേണം. ഏതെങ്കിലും കാരണവശാൽ സീറ്റ് അവസാനം 3rd അലോട്ട്മെന്റിന് ശേഷവും ബാക്കി വരികയാണെങ്കിൽ സ്പോട്ട് കൗൺസിലിങ്ങിന് CUET മാർക്ക് പരിഗണിക്കുന്നതാണ്. അതുപോലെ തന്നെ BBA കോഴ്സുകളിലേക്ക് CUET സ്കോർ ഉള്ളവർക്ക് പ്രിഫറൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ BBA പോലത്തെ കോഴ്സുകളുണ്ട്, നമ്മൾ അതിലേക്ക് വരുന്നതാണ്. ഏതായാലും ഇതാണ് കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും സബ്ജക്റ്റുകളും. ഇനി അതിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്? മേജർ ആയിട്ടുള്ളത് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, അത് ചെന്നൈ, കൊൽക്കത്ത, മുംബൈ പോർട്ട് 3 ക്യാമ്പസുകളാണുള്ളത്. ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് അത് വിശാഖപട്ടണത്താണുള്ളത്. ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് അതും വിശാഖപട്ടണത്താണുള്ളത്. BSc നോട്ടിക്കൽ സയൻസ് അത് ചെന്നൈ, കൊച്ചി, നവി മുംബൈ, ഇത്രയും 3 ക്യാമ്പസുകളുണ്ട്. ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ കുസാറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊച്ചിയിലുള്ള IMUയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും രണ്ടാണ്. ഓക്കെ, കൊച്ചിയിൽ ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിക്ക് ഒരു ക്യാമ്പസ് ഉണ്ട്. ആ ക്യാമ്പസിന്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി BBA അവിടെ തന്നെ മറൈൻ ലോജിസ്റ്റിക്സ്, കൊമേഴ്സ് ഒക്കെ വരുന്ന 1-2 ഡിഫറെന്റ് കോമ്പിനേഷൻ ഉണ്ട് BBAയുടെ. അത് വിശാഖപട്ടണത്തും ചെന്നൈയിലും കൊച്ചിയിലും ഉണ്ട്. പിന്നെ ഉള്ളത് BSc ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് റിപ്പയർ, അത് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, പാലക്കാടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അതുള്ളത്. പിന്നെ ഉള്ളത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, അത് ചെന്നൈയും നവി മുംബൈ ആണുള്ളത്. ഈ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ അത് BSc നോട്ടിക്കൽ സയൻസിലേക്ക് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഇത്രയും കോഴ്സുകളാണുള്ളത്. അപ്പോൾ ഈ ക്യാമ്പസുകളിലാണ് ഈ കോഴ്സ് ഉള്ളത്. അതല്ലാതെ ഈ പറയുന്ന ഇന്ത്യൻ മെരിടൈം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ ഈ പറയുന്ന എൻട്രൻസ് എക്സാമിൻ അതിന്റെ ഒരു അലോട്ട്മെന്റ് പ്രൊസീജിയറിലൂടെ IMU ക്യാമ്പസിലേക്ക് മാത്രമേ അലോട്ട്മെന്റ് നടക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കുസാറ്റിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഫിലിയേറ്റഡ് കോളേജുകളിലാണ് നമുക്ക് അഡ്മിഷൻ നമ്മൾ താല്പര്യപ്പെടുന്നതെങ്കിൽ അവിടെ ഡയറക്റ്റ് അപ്രോച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എക്സാം എഴുതാൻ കേരളത്തിൽ ഓൾമോസ്റ്റ് 8 ഡിസ്ട്രിക്റ്റുകളിൽ സെന്റർ ഉണ്ട്. കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, കൊച്ചി, കൊല്ലം, കോട്ടയം, തിരുവനന്തപുരം. അപ്പോൾ വലിയ പ്രയാസം ഉണ്ടാവില്ല, നമുക്ക് അടുത്ത് തന്നെ എക്സാം സെന്റർ ഉണ്ടാവും. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മെയ് 5 ആണ്. ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ജൂൺ 8 അപ്പോൾ കീമിന്റെ എക്സാമിന്റെ ഡ്യൂറേഷനായിട്ട് വളരെ അടുത്തായിരിക്കും ഇത് വരിക. അപ്ലൈ ചെയ്യേണ്ടത് www.imu.edu.in. അപ്ലിക്കേഷൻ ഫീസ് 1000 rupees. ഓൺലൈനായിട്ട് പേ ചെയ്യണം. അപ്ലോഡ് ചെയ്യേണ്ടതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ കോമൺ ആയിട്ടുള്ളതാണ്. 10th മാർക്ക് ഷീറ്റും 12th മാർക്ക് ഷീറ്റ്, കാറ്റഗറി SC ST OBC നോൺ ക്രീമി ലെയർ പോലത്തെ EWSന്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, NCCയിൽ അംഗമായിരുന്നെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ്. അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കോഴ്സുകൾക്കെല്ലാം BSc മറൈൻ എഞ്ചിനീയറിംഗിനാണെങ്കിലും അതുപോലെ തന്നെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിനാണെങ്കിലും നോട്ടിക്കൽ സയൻസിനാണെങ്കിലും അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസ്സും സൈറ്റിന്റെ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ടെസ്റ്റ് നടത്തി അത് തന്നെ നേരത്തെ പറഞ്ഞ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അപ്രൂവ് ചെയ്തിട്ടുള്ള കുറേ ഡോക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ ലിസ്റ്റ് നമുക്ക് വെബ്സൈറ്റിൽ ലഭിക്കും. ആ ഡോക്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് പോയി നമ്മൾ ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ടും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്.
ഓക്കെ, അപ്പോൾ അത് ഇപ്പോഴല്ല, അഡ്മിഷനൊക്കെ ആവുന്ന സമയത്താണ് ഇത് വേണ്ടത്. ബട്ട് നമ്മളിപ്പോൾ എക്സാം ഒക്കെ എഴുതുന്നതിന് മുന്നേ നമുക്കിതിന് സാധ്യത ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യമേ പോയി ടെസ്റ്റ് ചെയ്യുന്നതും അത് ചെക്ക് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. അങ്ങനെ ചെയ്തിട്ടേ ഇതിന് കാര്യമുള്ളൂ. അപ്പോൾ ഇതാണ് IMU പറ്റി പറയാനുള്ളത്. ചെന്നൈയിലെ ക്യാമ്പസാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ ക്യാമ്പസ് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാം. വളരെ ഗ്ലാമറസ് ആയിട്ടുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണ് ഈ പറയുന്ന മറൈൻ എഞ്ചിനീയറിംഗിലാണെങ്കിലും നോട്ടിക്കൽ സയൻസിലാണെങ്കിലും. നമ്മളെ വർക്ക് യൂഷ്വലി ഷിപ്പിലായിരിക്കും. അത് പലതരത്തിലുള്ള യൂഷ്വലി മെർച്ചൻ്റ് ആയിട്ടുള്ള, അതായത് കച്ചവട സാധനങ്ങൾ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പാസഞ്ചർ ഷിപ്പുകളൊക്കെ ആവാം. ഈ ഷിപ്പിലുള്ള ക്രൂ എന്ന് പറയുന്നത് അവർക്ക് ഏത് രാജ്യത്താണോ ആ ഷിപ്പ് നങ്കൂരം ഇടുന്നത് അവിടെ ആ കൺട്രി വിസിറ്റ് ചെയ്യാൻ ഒരു 7 days ഗ്യാപ്പൊക്കെ കൊടുത്തിട്ട് അവിടെ പ്രത്യേകിച്ച് വിസയും മറ്റു കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് ഷിപ്പ് ഏതൊക്കെ നാട്ടിൽ പോകുന്നു ആ നാടൊക്കെ ചുറ്റിക്കാണാൻ ഉള്ള ഒരു അവസരം ആക്ച്വലി ഈ ഒരു ജോബുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള, അതേപോലെ തന്നെ വർക്കും ഉണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ടൈം ഷെഡ്യൂൾ ഒന്നും പറയാൻ പറ്റില്ല. ഷിപ്പ് എവിടെയാണോ പോർട്ടിൽ എത്തുന്നത് ഏത് സമയത്താണെങ്കിലും ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. അങ്ങനെ കുറച്ച് ഫിസിക്കൽ ചാലഞ്ചസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇതിനൊരു നിർബന്ധ ക്രൈറ്റീരിയ ആയി മാറുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആളുകൾ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോസ്പെക്ടസിലും വെബ്സൈറ്റിലും ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആകാൻ യൂണിവേഴ്സലിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് കിട്ടാനായിട്ട് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.